എല്ലാ മീഡിയയിലും ചർച്ച നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്. അള്ളാഹുർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. അതിൽ ഈ ഉമ്മത്തിന് അഭിമാനിക്കണം. കാരണം ആലിമീങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. എല്ലാ പത്രക്കാരും, എല്ലാ രാഷ്ട്രീയ നേതാക്കളും, സാമുദായിക നേതാക്കളും അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്. കാരണം നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ വിഷയത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിലപാട് ആ വിഷയത്തിൽ കൃത്യമായി എഴുതി ചേർക്കുകയും എടുക്കേണ്ട തീരുമാനം കൃത്യമായി സമയബന്ധിതമായി എടുക്കുകയും യമനിലെ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ ഹഫീൽ തവ്വലല്ലാഹു ഉംറ ബഹുമാനപ്പെട്ടവരുടെ സൗദത്തിലേക്ക് ഫാക്സ് അയച്ച് വിവരമറിയിച്ച് തെര്യപ്പെടുത്തി ബഹുമാനപ്പെട്ടവർ മുഖേന അവിടുത്തതാകുന്ന ചീഫ് ജഡ്ജസിനെയൊക്കെ വിളിച്ചുകൊണ്ടൊരു വലിയതാകുന്ന ചർച്ച രൂപാന്തരപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ നിമിഷപ്രിയ എന്ന സഹോദരിയുടേതാകുന്ന വധശിക്ഷയെ റദ്ദാക്കിക്കൊണ്ടുള്ളതാകുന്ന ഫാക്സാണ് തിരിച്ചു വന്നത്. എത്ര വലിയ ഇടപെടലാണ്! ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ളതാകുന്ന വിഷയം വന്നതാണ്. ഇന്ത്യയിലെ ഗവൺമെന്റിന് പോലും സ്വാധീനിക്കാൻ പറ്റാത്ത നിലയിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെതാകുന്ന നിയമവസ്ഥിതികൾ എത്തി നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധമായ ശരീഅത്തിന്റെ മതവിധികൾ പറഞ്ഞ് ജിനായത്തിന്റെ വിഷയം പറഞ്ഞ് ഇസ്ലാമികപരമായി കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ നിങ്ങൾക്ക് ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ എന്നുള്ള വിഷയം അവരെ തെര്യപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കണേ എന്ന് പറഞ്ഞ് യമനിലെ സൂഫി പണ്ഡിതന്മാരോട് ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ മുഫ്തി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇടപെട്ടു. ആ വിഷയത്തിൽ റാഹത്താകുന്ന വിധിയാണ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണമല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നസീബാക്കട്ടെ. കാരണം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ സമൂഹത്തിന് ഇസ്സത്താണ്. അള്ളാഹുവിന്റെ സഹായം ഒരു വ്യക്തിയിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വ്യക്തി മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതാകുന്ന പത്രസമ്മേളനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ ചെയ്തത് മനുഷ്യത്വം പരിഗണിച്ചിട്ടാണ്. മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കണമല്ലോ. ആ പരിഗണിക്കൽ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തുള്ളൂ എന്നുള്ളതാണ്. അതൊരു വലിയ വാക്കാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ കോറിയിടേണ്ട, സമൂഹത്തിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വചനമാണ് ആ വചനം.